Hi dear students, welcome to my English class. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ ഒരു ക്ലാസ്സിലൂടെ നാം ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ +2 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള 1ാം യൂണിറ്റിലെ 1ാം ചാപ്റ്ററായ ദ ത്രീ എൽസ് ഓഫ് എംപവർമെന്റ് എന്ന പ്രസംഗത്തിന്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ആണ് ഇന്നത്തെ ഒരു ക്ലാസ്സിലൂടെ നാം ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. The Three L's of Empowerment by Christine Lagarde. Emancipation and empowerment of women is of prime importance in every society. Emancipation, that is giving freedom, liberty, that is vimojanam. And empowerment means giving power, shaktigaranam. Emancipation and empowerment of women is of prime importance in every society. Emancipation and empowerment, വിമോചനവും ശാക്തീകരണവും ഓഫ് വിമൻ, സ്ത്രീകളുടെ. അപ്പോൾ സ്ത്രീകളുടെ വിമോചനവും ശാക്തീകരണവും ഈസ് ഓഫ് പ്രൈം ഇമ്പോർട്ടൻസ്, പ്രാഥമികമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇൻ എവറി സൊസൈറ്റി, എല്ലാ സമൂഹത്തിലെയും. അപ്പോൾ എല്ലാ സമൂഹത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്ത്രീകളുടെ വിമോചനവും ശാക്തീകരണവും. ഇൻ അവർ കൺട്രി we have achieved partial success. നമ്മുടെ രാജ്യത്ത് we have achieved partial success. ഈ ഒരു കാര്യത്തിൽ സ്ത്രീകളുടെ വിമോചനത്തിലും ശാക്തീകരണത്തിലും നമ്മൾ ഭാഗികമായിട്ട് വിജയിച്ചിട്ടുണ്ട്. ബട്ട് we still have a long way to go. എങ്കിലും നമുക്ക് ഇനിയും കൂടുതൽ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. അതായത് സ്ത്രീകളുടെ വിമോചനത്തിനും ശാക്തീകരണ കാര്യത്തിലും നമുക്ക് ഇനിയും മുന്നേറാനുണ്ട്. What should we do to achieve this goal? ഈ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഗോൾ മീൻസ് ലക്ഷ്യം, അതായത് സ്ത്രീ വിമോചനവും സ്ത്രീ ശാക്തീകരണവും എന്ന ഈ ഒരു ലക്ഷ്യം നേടാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഹിയർ ഈസ് എ സ്പീച്ച് ഓൺ ദ റിക്വസിറ്റ്സ് ഓഫ് വിമൻ എംപവർമെൻറ്റ്. ഇവിടെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഒരു സ്പീച്ചാണ്, ഒരു പ്രസംഗമാണ്. എന്തിനെക്കുറിച്ചാണ് ഈ ഒരു പ്രസംഗം? ഓൺ ദ റിക്വസിറ്റ്സ് ഓഫ് വിമൻ എംപവർമെൻറ്റ്. വിമൻ എംപവർമെൻറ്റ് മീൻസ് സ്ത്രീ ശാക്തീകരണം. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ റിക്വസിറ്റ്സ് മീൻസ് തിങ്സ് നീഡഡ്, അത്യാവശ്യമുള്ള കാര്യങ്ങൾ. അപ്പോൾ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ അനിവാര്യമായിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഒരു പ്രസംഗം. നമുക്ക് പ്രസംഗത്തിലേക്ക് പ്രവേശിക്കാം. ദ ത്രീ എൽസ് ഓഫ് എംപവർമെൻറ്റ്. എംപവർമെൻറ്റ് മീൻസ് ശാക്തീകരണം. അപ്പോൾ ദ ത്രീ എൽസ് ഓഫ് എംപവർമെൻറ്റ്, ശാക്തീകരണത്തിൻ്റെ 3 എല്ലുകൾ. ഇറ്റ്സ് എ സ്പീച്ച് ബൈ ക്രിസ്റ്റീൻ ലഗാർഡ്. ഇത് ക്രിസ്റ്റീൻ ലഗാർഡിൻ്റെ ഒരു പ്രസംഗമാണ്. Who is Christine Lagarde? Christine Lagarde was born in Paris. Christine Lagarde പാരീസിലാണ് ജനിച്ചിട്ടുള്ളത്. She is the first woman to become the finance minister of G8 economy and the head of the International Monetary Fund. G8 എക്കോണമിയുടെ ആദ്യത്തെ സ്ത്രീ ആയിട്ടുള്ള ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു ഇവർ. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMF-ൻ്റെ ആദ്യത്തെ സ്ത്രീ ആയിട്ടുള്ള തലവനുമായിരുന്നു ക്രിസ്റ്റീൻ ലഗാർഡ്. നമുക്ക് പ്രസംഗത്തിലേക്ക് പ്രവേശിക്കാം. ഗുഡ് ആഫ്റ്റർനൂൺ. ഇറ്റ് ഈസ് ഗ്രേറ്റ് ടു ബി എമംഗ് ഫ്രണ്ട്സ് ആൻഡ് കിൻഡ്രഡ് സ്പിരിറ്റ്സ്. കിൻഡ്രഡ് സ്പിരിറ്റ്സ് മീൻസ് പീപ്പിൾ ഹൂ തിങ്ക് അലൈക്ക്, ഒരേപോലെ ചിന്തിക്കുന്ന ആളുകൾ. ഇറ്റ്സ് ഗ്രേറ്റ് ടു ബി എമംഗ് ഫ്രണ്ട്സ് ആൻഡ് കിൻഡ്രഡ് സ്പിരിറ്റ്സ്. ഇറ്റ്സ് ഗ്രേറ്റ്, ഇത് വളരെ മഹത്തരമായതാണ്. എമംഗ് ഫ്രണ്ട്സ് ആൻഡ് കിൻഡ്രഡ് സ്പിരിറ്റ്സ്, ഒരേപോലെ ചിന്തിക്കുന്ന സുഹൃത്തുക്കളുടെ ഇടയിൽ ഈ ഒരു കാര്യങ്ങൾ സംസാരിക്കുന്നതിൽ. The 21st century poses many challenges that require new ways of thinking, none more important than the economic role of women in a rapidly changing world. 21ാം നൂറ്റാണ്ട് നേരിടുന്നുണ്ട് many challenges, ധാരാളം വെല്ലുവിളികൾ. That require new ways of thinking, അത് ആവശ്യപ്പെടുന്നുണ്ട് new ways of thinking, പുതിയ തരത്തിലുള്ള ചിന്തകൾ. None more important than the economic role of women in a rapidly changing world. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് the economic role of women, സ്ത്രീകളുടെ സാമ്പത്തികമായിട്ടുള്ള അവരുടെ പങ്ക് in a rapidly changing world. rapidly, quickly, പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ലോകത്തിൽ സ്ത്രീകളുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ട സ്ത്രീകളുടെ സാമ്പത്തികമായിട്ടുള്ള പങ്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. But women today remain blocked from contributing their true potential. പക്ഷേ വിമൻ ടുഡേ റിമൈൻ ബ്ലോക്ക്ഡ്, സ്ത്രീകളെ തടയപ്പെടുകയാണ് ഫ്രം കോൺട്രിബ്യൂട്ടിങ് ദെയർ ട്രൂ പൊട്ടൻഷ്യൽ, അവരുടെ പൊട്ടൻഷ്യൽ മീൻസ് എബിലിറ്റീസ്, കഴിവുകൾ,
അവരുടെ ശരിയായ കഴിവുകൾ സംഭാവന ചെയ്യുന്നതിൽ നിന്ന് അവരെ സമൂഹം തടയപ്പെടുകയാണ് അല്ലെങ്കിൽ തടയുകയാണ്. അതായത് മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ലോകത്തിൽ സ്ത്രീകളുടെ സാമ്പത്തികമായിട്ടുള്ള പങ്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ സ്ത്രീകളുടെ ശരിയായ കഴിവുകൾ പുറത്തെടുക്കുന്നതിൽ നിന്ന് സമൂഹം അവരെ തടയുകയാണ്. ദിസ് ഹാസ് എ ഹ്യൂജ് കോസ്റ്റ്. അത് വലിയ ഒരു സംഖ്യയാണ്, വലിയൊരു എമൗണ്ടാണ്. In some countries, per capita income lags significantly because women are denied equal opportunity. In some countries, ചില രാജ്യങ്ങളിൽ per capita income ആളോഹരി വരുമാനം lag significantly. lag means behind expectation. നമ്മുടെ പ്രതീക്ഷിച്ചതിലും കുറവാണ്. significantly, greatly, വളരെ വലിയ തോതിൽ. അതായത് പല രാജ്യങ്ങളിലും നമ്മൾ പ്രതീക്ഷിച്ചതിലും വളരെ പിന്നിലാണ് പെർ കാപ്പിറ്റ ഇൻകം ആളോഹരി വരുമാനം, അതായത് ആ ഒരു രാജ്യത്തിൻ്റെ ആളോഹരി വരുമാനം. ബിക്കോസ് കാരണം വിമൻ ആർ ഡിനൈഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി. വിമൻ ആർ ഡിനൈഡ് സ്ത്രീകൾക്ക് നിഷേധിക്കപ്പെടുകയാണ്. ഡിനൈ എന്നാൽ നിഷേധിക്കുക, ഈക്വൽ ഓപ്പർച്യൂണിറ്റി തുല്യ അവസരം. അപ്പോൾ സ്ത്രീകൾക്ക് മുന്നിൽ തുല്യ അവസരം നിഷേധിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ പല രാജ്യങ്ങളുടെയും ആളോഹരി വരുമാനം ആകെ പ്രതീക്ഷിച്ചതിലും വളരെ കുറവാണ്. They represent half the world's population but contribute far less than 50% of economic activity. They represent half the world's population. They means സ്ത്രീകൾ അവർ പ്രതിദാനം ചെയ്യുന്നുണ്ട്, റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട് ഹാഫ് ദ വേൾഡ്സ് പോപ്പുലേഷൻ, ലോക ജനസംഖ്യയുടെ 50% സ്ത്രീകളാണ്. പക്ഷേ കോൺട്രിബ്യൂട്ട് അവർ സംഭാവന ചെയ്യുന്നത് ഫാർ ലെസ് ദാൻ 50% ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി, സാമ്പത്തിക കാര്യങ്ങളിൽ അവരുടെ സംഭാവന എന്ന് പറയുന്നത് 50%-ലും കുറവാണ്. അതായത് ലോക ജനസംഖ്യയുടെ 50%-ഓളം സ്ത്രീകളാണെങ്കിലും സാമ്പത്തികമായിട്ടുള്ള അവരുടെ പങ്ക് അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങളിൽ അവരുടെ പങ്ക് 50%-ലും കുറവാണ്. What is needed to change this picture is a concerted effort to open the door to opportunity with what I call the 3 L's of women's empowerment: learning, labor and leadership. What is needed to change this picture? ഈ ഒരു പിക്ചർ, അതായത് ഈ ഒരു അവസ്ഥ, സ്ത്രീകളുടെ ഈ ഒരു അവസ്ഥ മാറ്റണമെങ്കിൽ ഇസ് എ കൺസേർട്ടഡ് എഫേർട്ട്. കൺസേർട്ടഡ് മീൻസ് ഒരുമിച്ചുള്ള, ജോയിൻ്റ്ലി കളക്റ്റഡ്, ഒരുമിച്ചുള്ള ഒരു എഫേർട്ടായിരിക്കണം. ടു ഓപ്പൺ ദ ഡോർ, വാതിലുകൾ തുറക്കുക. ടു ഓപ്പർച്യൂണിറ്റി, എന്തിൻ്റെ വാതിലുകൾ? അവസരങ്ങളുടെ വാതിലുകൾ. വിത്ത് വാട്ട് ഐ കോൾ ദ 3 L's, ഞാൻ അതിനെ വിളിക്കുന്നു ദ 3 L's, 3 എല്ലുകൾ ഓഫ് വിമൻസ് എംപവർമെൻറ്റ്, സ്ത്രീ ശാക്തീകരണത്തിൻ്റെ. അതായത് സ്ത്രീകളുടെ ഇന്നത്തെ ഈ ഒരു അവസ്ഥക്ക് മാറ്റം കാണണമെങ്കിൽ അതിനു മുമ്പിൽ ഞാനൊരു പുതിയൊരു ഫോർമുല പറയുകയാണ്. അതാണ് ദ 3 L's ഓഫ് വിമൻസ് എംപവർമെൻറ്റ്, സ്ത്രീ ശാക്തീകരണത്തിൻ്റെ 3 എല്ലുകൾ. എന്തൊക്കെയാണ് ഈ 3 എല്ലുകൾ? ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. ലേണിംഗ് മീൻസ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം. ലേബർ മീൻസ് തൊഴിൽ. ലീഡർഷിപ്പ് മീൻസ് നേതൃത്വം. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിലൂടെ പറയുന്ന കാര്യങ്ങൾ 21-ാം നൂറ്റാണ്ടിൽ ധാരാളം പ്രശ്നങ്ങൾ ലോകം നേരിടുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്ത്രീകളുടെ സാമ്പത്തിക പങ്ക്. ഓക്കെ, ലോക ജനസംഖ്യയുടെ 50%-ഓളം സ്ത്രീകളാണെങ്കിലും ദെയർ കോൺട്രിബ്യൂഷൻ ഇൻ ദ എക്കണോമിക് ആക്ടിവിറ്റി ഈസ് ലെസ് ദാൻ 50%. സാമ്പത്തിക കാര്യങ്ങളിൽ, ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങളിൽ അവരുടെ സംഭാവന 50%-ലും കുറവാണ്. അതിനുള്ള കാരണം എന്താണ്? വിമൻ ആർ ഡിനൈഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി, സ്ത്രീകൾക്ക് തുല്യ അവസരം നിഷേധിക്കപ്പെടുകയാണ്. അപ്പോൾ സ്ത്രീകൾക്ക് മുന്നിൽ അവസരങ്ങളുടെ വാതിലുകൾ തുറക്കുവാൻ വേണ്ടി ക്രിസ്റ്റ്യൻ ലഗാർഡ് ഒരു ഫോർമുല കൊണ്ടുവരികയാണ്. ദാറ്റ് ഈസ് ദ 3 L's ഓഫ് വിമൻസ് എംപവർമെൻറ്റ്. അതാണ് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ 3 എല്ലുകൾ. എന്തൊക്കെയാണ് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ 3 എല്ലുകൾ? ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. ലേണിംഗ് മീൻസ് പഠനം, എഡ്യൂക്കേഷൻ. ലേബർ മീൻസ് വർക്ക്, ജോബ്, തൊഴിൽ. ലീഡർഷിപ്പ്, നേതൃത്വം. ഇതാണ് 3 എല്ലുകൾ, അതായത് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ 3 എല്ലുകൾ ആണിവ. ഇനി ഈ ഒരു പാരഗ്രാഫിൽ നിന്നുള്ള വളരെ സിമ്പിളായിട്ടുള്ള ചില ചോദ്യങ്ങൾ നോക്കാം. ഈ ഒരു ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിച്ചാൽ ഏകദേശം ഈ ഒരു പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. ഉത്തരങ്ങൾ ലഭിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇതുവരെയുള്ള ക്ലാസ് ഒന്നുകൂടെ കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ:
വാട്ട് ഈസ് ദ ടൈറ്റിൽ ഓഫ് ദിസ് സ്പീച്ച്? ഈ ഒരു പ്രസംഗത്തിൻ്റെ ടൈറ്റിൽ എന്താണ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ സ്പീക്കർ? ഇവിടെ സംസാരിക്കുന്ന പ്രസംഗിക്കുന്ന പ്രാസംഗികയുടെ പേര് എന്താണ്? തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെയിൻ ചലഞ്ച് ദാറ്റ് ദ 21st century possess? 21ാം നൂറ്റാണ്ട് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്താണ്? ഈ ഒരു പാഠഭാഗത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ആ ഒരു കാര്യം പറയുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പെർ കാപ്പിറ്റ ഇൻകം ഓഫ് മെനി കൺട്രീസ് ഈസ് വെരി ലോ. വാട്ട് ഈസ് ദ റീസൺ? പല രാജ്യങ്ങളുടെയും പെർ കാപ്പിറ്റ ഇൻകം ആളോഹരി വരുമാനം വളരെ കുറവാണ്. എന്താണ് അതിനുള്ള കാരണം? അതായത് ഒരു രാജ്യത്ത് പല രാജ്യങ്ങളുടെയും ആളോഹരി വരുമാനം നാം പ്രതീക്ഷിച്ചതിലും അല്ലെങ്കിൽ ആ ഒരു രാജ്യം പ്രതീക്ഷിച്ചതിലും വളരെ കുറവാണ്. എന്താണ് അതിനുള്ള കാരണം? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദ ലെസ് കോൺട്രിബ്യൂഷൻ ഓഫ് വിമൻ ഇൻ ദ എക്കണോമിക് ആക്ടിവിറ്റീസ്? സാമ്പത്തിക കാര്യങ്ങളിൽ സ്ത്രീകളുടെ പങ്ക് പ്രതീക്ഷിച്ചതിലും വളരെ കുറവാകാൻ കാരണം എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫോർമുല ബ്രോട്ട് ബൈ ക്രിസ്റ്റ്യൻ ലെഗാർഡ്? ഈ ഒരു പ്രസംഗത്തിലൂടെ ക്രിസ്റ്റ്യൻ ലെഗാർഡ് കൊണ്ടുവരുന്ന ഈ ഒരു ഫോർമുല എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ 3 L's ഓഫ് വിമൻ എംപവർമെൻറ്റ്? സ്ത്രീ ശാക്തീകരണത്തിൻ്റെ 3 L'കൾ ഏതൊക്കെയാണ്? ഈ ഒരു ചോദ്യങ്ങൾക്ക് തീർച്ചയായിട്ടും ഉത്തരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. ഈ ഒരു ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിച്ചാൽ ഏകദേശം ഈ ഒരു പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും.